അത് സംഭവം വേറൊന്നുമല്ല, ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഒരു സാധനങ്ങൾ ഇങ്ങോട്ട് കൊറിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലീറ്റ്. മൊത്തത്തിൽ എനിക്കതിനി കിട്ടില്ല എന്നുള്ളൊരു മൊത്തത്തിൽ എനിക്ക് അങ്ങനെ ഒരു വിഷമമായിരുന്നു. ദൈവം, എനിക്കാകെ സങ്കടമായി. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏകദേശം 1 മന്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നത്. പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം ആക്ച്വലി ഇച്ചിരി വിശേഷമുള്ള ദിവസമാണ്. ഇന്നിപ്പം സമയം ഇവിടെ 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞിട്ടും നല്ല വെട്ടമാണ്. ഇതുവരെ ഇവിടെ ഇരുട്ടി തുടങ്ങിയിട്ടില്ല. ഇവിടെ ഏകദേശം 8:30 ഇരുട്ടാറാകുമ്പോൾ. അപ്പം ഇപ്പം ഞാൻ കടയിലേക്ക് പോവാണ്. നാളെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോവാണ്. സോ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട്, അതായത് ഇപ്പം ഞങ്ങളുടെ ഒരു രീതിയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റ്, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച്. അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പം കുറച്ചെന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാനായിട്ട് ഇപ്പം ഇവിടെ അടുത്ത ഷോപ്പിലൊക്കെ പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പോയി അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കാണാം. ആക്ച്വലി ഇവിടെ ഇപ്പം ഇലകളൊക്കെ വന്ന് തുടങ്ങി. ആക്ച്വലി നല്ല മനോഹരമായിട്ടുള്ള കുറേ പൂക്കളും കായ്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഇപ്പം മൊത്തത്തിൽ കൊള്ളാം. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് അത്ര വിശ്വസിച്ച് അങ്ങനെ നടക്കാറൊന്നും ആയിട്ടില്ല ജാക്കറ്റൊന്നും ഇല്ലാതെ. അതുകൊണ്ടൊരു സേഫ്റ്റി ആയിട്ട് എടുത്ത് ഇട്ടേക്കുവാണ്. കാരണം പറയാൻ പറ്റില്ല, മേ ബി കുറച്ച് കഴിയുമ്പോൾ തണുപ്പാകുമോ ഒന്നും അറിയില്ല. ഇപ്പം വലിയ തണുപ്പൊന്നുമില്ല, മൊത്തത്തിൽ ഒരു ശാന്തം നിറഞ്ഞ സമയമാണ്. അപ്പോൾ എന്നാലും ഞാൻ ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഹലോ ഗൈസ്, ഞാൻ പിന്നെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമതേ ഞാൻ പോയത് ഒരു 6 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒന്നും, കാരണം കടകളെല്ലാം അടയ്ക്കുന്ന സമയമായിരുന്നു. ഞാൻ ഏകദേശം കടകളിലൊക്കെ എത്തിയപ്പോൾ 7 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്ന ടൈം ആയതുകൊണ്ട്, ഇവിടെ ഇപ്പോൾ ഡേ ടൈം കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഏകദേശം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു 7:30 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കടകൾ അടയ്ക്കും. അപ്പം ഞാൻ പോയപ്പം മിക്ക കടയിലും ആരും ഇല്ല, കസ്റ്റമേഴ്സ് ആരും ഇല്ല. അവരടയ്ക്കാനൊക്കെ തുടങ്ങുമായിരുന്നു, സാധനങ്ങൾ പുറത്തുനിന്നെടുത്ത് അകത്ത് വെക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഓടി ഇങ്ങനെ എന്താ പറയുക, ഒന്നും ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ പോലും എന്തൊക്കെയോ കണ്ടതൊക്കെ അങ്ങ് പറക്കിയെടുത്തു. അപ്പം എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊന്നും എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അത് കാരണം എനിക്ക് പിന്നെ ഒന്നും എടുക്കാൻ, വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അതെല്ലാം എടുത്ത് ഞാനിങ്ങനെ നടന്നു വന്ന സമയത്താണ് ആക്ച്വലി ഇന്നൊരു സംഭവം ഉണ്ടായത്. അതായത് അത് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞു പോകാമെന്ന് ഓർത്തു. അത് സംഭവം വേറൊന്നുമല്ല, ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ഒരു സാധനങ്ങൾ ഇങ്ങോട്ട് കൊറിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലീറ്റിഗോ വഴി. ഞാൻ നേരത്തെയും അവർ വഴി തന്നെ ഞാൻ സാധനങ്ങൾ ഇങ്ങോട്ട് അയപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. നമ്മളവിടെ നിന്ന് വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നു, അവർ പാക്ക് ചെയ്യുന്നു, ഇവിടെ കൊണ്ട് തരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം തവണ ചെയ്ത സമയത്ത്. ഇത്തവണയും അവരെ തന്നെയാണ് ഞാൻ കൊറിയർ അയപ്പിച്ചത്. ഇന്ന് രാവിലെ എണീറ്റ് ഇതെന്തായി എന്നറിയാൻ നോക്കിയപ്പോൾ ആക്ച്വലി ഇന്നലെ ഇത് ഡെലിവേർഡ് ആയി എന്ന് കാണിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനായി. കാരണം ഇത് ഇന്നലെ 10:15 ഈ സാധനം ഡെലിവേർഡായി. അപ്പം എങ്ങനെയോ ഞാൻ പിന്നെ രാവിലെ ഇരുന്ന് ഇത് ഏത് കൊറിയർ സർവീസുകാരാണ് ഇവിടെ ചെയ്തതെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഫ്ലീറ്റിഗോ ആയിട്ട് മാത്രമുള്ളൊരു ബന്ധമല്ലേ. പിന്നെ എങ്ങനെയൊക്കെയോ തപ്പി കണ്ടുപിടിച്ച് അവസാനം ഡിക്കാരാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നലെ 10:15 ഇത് അശ്വതിക്ക് കൊടുത്തു എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനാണ് അശ്വതി, എനിക്കിതുവരെ സാധനം കിട്ടിയിട്ടില്ല. സോ മൊത്തത്തിൽ എനിക്കതിനി കിട്ടില്ല എന്നുള്ളൊരു മൊത്തത്തിൽ എനിക്കങ്ങനെ ഒരു വിഷമമായിരുന്നു. ദൈവമേ, ഇതെവിടെ പോയി എന്താ ഒന്നും അറിയില്ല. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് എനിക്ക് കുറച്ച്
എന്താ പറയുക, കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. കാരണം അവിടുന്ന് വരുന്ന സാധനങ്ങളോട്. അപ്പം അത് എവിടെ പോയി എന്തായി ഒന്നും അറിയുന്നില്ല. എനിക്കാകെ സങ്കടമായി. പിന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു. അവനും ഏകദേശം ഇതേപോലെ തന്നെ ഒരു സംഭവം അവനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 3 മാസം മുന്നേ അവനും ഇതുപോലെ സാധനങ്ങൾ അയപ്പിച്ചതാണ്. അതിവിടെ കൊറിയർ ചെയ്ത്. പക്ഷേ അവനതൊരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അവൻ പറഞ്ഞു പേടിക്കണ്ട, അത് കിട്ടും, കിട്ടാതിരിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. സോ ഞാനപ്പോൾ ഓർത്തു ചിലപ്പം ഇന്നല്ലെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴെങ്കിലും സാധനം വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലൊക്കെ പോയി തിരിച്ച് റൂമിലെത്തിയിട്ടും മൈൻഡ് ഫുള്ള് ഇങ്ങനെ എവിടെ പോയി എന്തായി എന്നുള്ളൊരു സങ്കടമായിരുന്നു. ഇതിനിടയിൽ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം ഇങ്ങനെ വരുന്ന വഴിക്ക് എനിക്കൊരു കോള് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഉള്ള ആരോ ആണ് വിളിക്കുന്നത്, ഇവിടെ ഉള്ളവരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കോൾ എടുത്തു. അപ്പോൾ കോൾ എടുത്തപ്പോൾ ആക്ച്വലി അവർ പറഞ്ഞു അവരുടെ കയ്യിൽ എൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഭയങ്കരമായിട്ട് ഇനി ഇത് കിട്ടുമോ എന്ന് വരെ ഒരു ഡൗട്ടിൽ ഞാൻ മൊത്തത്തിൽ ഞാൻ മൈൻഡ് അങ്ങ് ആരും ഇനി ഇത് കിട്ടില്ല, ഇനി കിട്ടുമോ, ഇനി എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. പെട്ടെന്ന് ഒരാളിങ്ങനെ വിളിച്ച് ഇതുപോലെ നിങ്ങളുടെ പാക്കറ്റിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ അവരോട് അവസാനം കാര്യമെല്ലാം പറഞ്ഞു വന്നപ്പം ഏകദേശം അവരും ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം അവിടെയാണ് അവർ താമസിക്കുന്നത്. എന്തായാലും ഞാൻ വരുന്നവരെ അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തു. അങ്ങനെ അവരെനിക്ക് ആക്ച്വലി സാധനം തന്നു. അതായത് എൻ്റെ അഡ്രസ്സിൽ 19 AM എന്നുണ്ട്. സോ തന്നവർ വിചാരിച്ചു കാണും എൻ്റെ റൂം നമ്പറാണ് അതെന്ന്. ആക്ച്വലി അതെൻ്റെ ബിൽഡിംഗ് നമ്പർ ആയിരുന്നു. എനിവേ എനിക്കെന്തായാലും എൻ്റെ സാധനം എനിക്ക് കിട്ടി. സത്യം പറഞ്ഞാൽ വല്ലാണ്ട് ഞാൻ ടെൻഷൻ അടിച്ചു പോയൊരു കാര്യമായിരുന്നു. ദൈവമേ ഇതെന്താവും, എനിക്ക് കാരണം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഞാൻ എവിടെയാണെന്ന് വെച്ച് ഞാൻ തപ്പി കണ്ടുപിടിക്കും. സോ അങ്ങനൊരു സംഭവം ഇന്ന് എന്തായാലും നടന്നു. ഒടുവിൽ എനിക്ക് എൻ്റെ സാധനം കിട്ടിയപ്പോൾ തന്നെ എല്ലാം അഴിച്ചു പറിച്ച് കണ്ട് ഡ്രസ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിൽ സമാധാനമായത്. സോ അങ്ങനെ ഒരു സംഭവം കൂടി ഇന്ന് എനിക്ക് ആക്ച്വലി നടന്നു. ഈ കാര്യം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ ഇതെന്തോ എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ഇനിയിപ്പം ഫുൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം. ഇനിയിപ്പോൾ എനിക്ക് നാളെ അവളുടെ അടുത്തോട്ട് പോകാനുള്ള ഡ്രസ്സ് തേക്കലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പം ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് തേച്ച് പറക്കി വെക്കും. എന്നിട്ട് നാളെ ഇനി അവളുടെ അടുത്ത് പോകും. ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് രാവിലെ പോകാവുന്നതാണ്. കാരണം രാവിലെ പോയാൽ ഏകദേശം ഒരു 4-4.5 മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ ആക്ച്വലി ഞങ്ങൾ തമ്മിൽ. ഇനിയിപ്പം നമുക്ക് നാളെ പോകുന്നതെല്ലാം കാണാം. ഓക്കെ. അങ്ങനെ ഞാനിപ്പോൾ ഹൈഡൽബർഗിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 11 മിനിറ്റ്സും കൂടെ ഉണ്ട് അവളുടെ അടുത്തോട്ട്. അപ്പം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത, അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടുള്ള ഒരു ട്രാവലായിരുന്നു. സാധാരണ ഇവിടെ എപ്പോഴും ട്രെയിനൊക്കെ ക്യാൻസലാവുകയും പിന്നെ ഇവളുടെ അടുത്തോട്ട് പോകുമ്പോൾ എനിക്കധികം വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാവാറില്ല. കറക്റ്റ് സമയത്തിനൊക്കെ എനിക്ക് ട്രെയിനും കാര്യങ്ങളും എല്ലാം കിട്ടാറുണ്ട്. അങ്ങനെ ഇനി ഒരു 11 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ കൂട്ടുകാരിയെ കാണാം. അപ്പോൾ ഞാൻ കൂടെ പൊക്കോണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി. അങ്ങനെ ഞാൻ ഹൈഡൽബർഗ് ഓർത്തോപീഡിയയിൽ വന്നു. സ്ഥിരം നടക്കാറുള്ള പോലെ തന്നെ മുത്ത് എനിക്ക് പോസ്റ്റ് തന്നിട്ടുണ്ട്.
ഇങ്ങനൊരു പോസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ വീട്ടിലോട്ട് ഡയറക്റ്റ് വരാമെന്ന് പറഞ്ഞത്. പക്ഷേ അവൾ എനിക്കിവിടെയും പോസ്റ്റ് തന്നിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ പുള്ളിക്കാരി റൂമിൽ നിന്ന് വന്നാലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാനെന്നാൽ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ പോസ്റ്റ് തരുന്ന ചങ്കത്തികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണ് ഹൈഡൽബർഗ്. അതായത് മൊത്തത്തിൽ മലയാണ് ഇവിടെ, അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് അവർ താമസിക്കുന്ന ബിൽഡിംഗ്. യാ ഗൈസ്, അങ്ങനെ ഇവിടെ പിന്നെ ഒരു ബെഞ്ച് ഉള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മച്ചി ഇനിയും വരണമല്ലോ. വരുന്നത് വരെ എന്തായാലും എനിക്ക് നല്ല പോസ്റ്റാണ്. യാ, വെയിറ്റ് ചെയ്തിരിക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുപോലെ പല ബെഞ്ചുകളിലും പല മരത്തിൻ്റെ ചോട്ടിലും ഇരിക്കേണ്ടി വരും. ഈ ഒരു പോസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞത്. എനിക്കല്ലെങ്കിലും അറിയാമായിരുന്നു, പക്ഷെ ഇന്നെന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കാരണം ഞാൻ ഡയറക്റ്റ് വീട്ടിലോട്ടാണല്ലോ വരുന്നത്, അവിടെ അവൾ എനിക്ക് പോസ്റ്റ് തന്നു. സാരമില്ല, സഹിക്കുക. ഇപ്പം എങ്ങാനും വരുമോ ആവോ. യാ ഗൈസ്, അങ്ങനെ ഒടുവിൽ അവളുടെ വിളി വന്നു. ഇനി നമ്മൾ അവളുടെ റൂമിലോട്ട് പോവാണ്. ഇതുപോലെയൊക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായാൽ നമ്മൾ പോസ്റ്റ് അടിക്കേണ്ടിയൊക്കെ വരും. വരാൻ പറഞ്ഞവളാണ്. ഇവിടെ അവൾ പോസ്റ്റ്. ഇനി ഈ സാധനം അതിനുള്ളിൽ നിന്ന് വന്നാലേ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു പോസ്റ്റ് തരുന്ന ഒരു സാധനം. ഇതാണ് എനിക്ക് ഇത്രയും നേരം പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരി. പുച്ഛമാണ് നമുക്ക്. എന്താ മറ്റേ ചിക്കൻ കറിയാണോ? അതെ, ചിക്കൻ കറി, കോവയ്ക്ക. ഇത് കോവയ്ക്കോ? വെണ്ടയ്ക്ക. ആദ്യം ഞങ്ങൾ മാൻഹൈമിലോട്ടാണ് പോയത്. എന്നിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷെ പോകുന്ന വഴിക്ക് നല്ല ഫുഡിൻ്റെ സ്മെല്ലുള്ളൊരു കട കണ്ടു. സോ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് കയറി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. പിന്നീടുള്ള കലാപരിപാടികളാണിത്. ആക്ച്വലി ഫുഡ് നല്ല ചൂടായിരുന്നു. കുറേ നേരം നമ്മളിങ്ങനെ ഊതി വേണമായിരുന്നു ഫുഡ് കഴിക്കാൻ. ഒരു സംഭവം സെറ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കൊള്ളാം, പക്ഷെ നമ്മൾ കഴിച്ച് തീർന്നാൽ മതി. അത് ഇതിനടിച്ചാൽ മതിയായിരുന്നു. എന്ത് ഇതിനകത്തുണ്ടല്ലോ ഈ ബോൾസ്. ഇപ്പം പഠിച്ചില്ലേ? എല്ലാവരും അവസരം വന്നാലും എല്ലാം പഠിക്കും. ഒരു ഇച്ചിരി വെജിറ്റേഷനും കൂടെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഇടയ്ക്കൊരു പച്ചക്കറി അതൊക്കെ. ആക്ച്വലി ഞങ്ങൾ മേടിച്ചത് ഇച്ചിരി ഓവറായിരുന്നു. പിന്നെ കഷ്ടപ്പെട്ടിരുന്ന് ഞങ്ങൾ കഴിച്ച് ഇത്രയാക്കി. അതിനുശേഷം ഞങ്ങൾ മാൻഹൈമിലോട്ട് പോയി. അവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പ്രിമാർക്കിലോട്ട് പോയി. കാരണം മുത്തിനെ വിളിച്ചാൽ എപ്പോഴും പ്രിമാർക്ക് എന്നിങ്ങനെ കേൾക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് വരുമ്പോൾ എപ്പോഴെങ്കിലും ഇതൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. സോ ഞങ്ങളതുകൊണ്ട് അങ്ങോട്ടാണ് ആദ്യം പോയത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇത്. അതായത് ആക്ച്വലി മുത്ത് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊരു സ്റ്റുഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഡ്രസ്സ്, ചെരുപ്പ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വെഗെയിൻ ആ ഗാർഡനിലോട്ട് തന്നെ വന്നു. കാരണം കുറച്ച് ടൈമും കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. കാരണം ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക, മൊത്തത്തിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. കുറേ പേര് നടക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു.
അങ്ങനെ അവിടുന്ന് കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസും എടുത്ത് ഇവിടെ അടുത്ത് മാൻഹൈമിൽ പെപ്പർ ഹൗസ് എന്ന് പറഞ്ഞ നല്ലൊരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ ഞങ്ങൾ നേരെ അത് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഇതുപോലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഫർഷങ്കം കൊടുക്കുക എന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ അത് വേണ്ടതൊക്കെ തപ്പി എടുക്കുക, ഇല്ലെങ്കിൽ അവിടെ ഇടുക, അത്ര തന്നെ. എനിക്ക് കാറെല്ലാം വേണം. അതെന്താ ചെയ്യുമോ മുത്തേ? ഇത് ഞാൻ ആക്ച്വലി എൻ്റെ റൂമിൽ വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ പുറത്തു കൊണ്ട് ആരെങ്കിലും പാവപ്പെട്ടവർ വേണമെങ്കിൽ അവരെടുത്തോട്ടെ എന്ന് വെച്ചു. ഇവിടെ ഞങ്ങൾ നമ്മൾ ജർമ്മനി ഇങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതെ അതെ അതെ. അങ്ങനെ അവിടുത്തെ പറക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല പൊറോട്ടയും ബീഫും ആയിരുന്നു. നമ്മൾ ഓൾറെഡി മറ്റേ ഫുഡ് കഴിച്ച് നമ്മുടെ വയർ ഫുള്ളായിട്ടിരിക്കുമായിരുന്നു. അവിടെ നമ്മൾ ഇത് മാത്രം നമ്മളിപ്പോൾ ട്രൈ ചെയ്തു, കാരണം ഇത് തന്നെ കഴിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അതും കഴിച്ച് ലാസ്റ്റ് ഒരു നാരങ്ങാ വെള്ളവും കുടിച്ച് അവിടുന്ന് ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. നല്ല ടയേർഡാണ്, ഇനിയും കിടന്നുറങ്ങണം, അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.